എന്റെ കൊച്ച ഞാൻ ഒന്നാമത് താമസിച്ച് എനിക്ക് അവിടെ ചെല്ലുമ്പോ എനിക്ക് പ്രശ്നമാ. എന്തൊരു കഷ്ടവാ, എന്തൊരു മെനക്കേടാ. നിനക്ക് ഇതൊന്നും കെട്ടാൻ അറിയത്തില്ല, ഇതൊന്നും വളർത്താൻ നിൽക്കരുത് കേട്ടോ. മോളെ അത് അമ്മ ഇന്ന് എങ്ങനെയാലും മുതലാളിയുടെ ഇന്ന് മേടിച്ചു തരാം. അമ്മ ഇന്നൂടി അടച്ചില്ല, എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. മോള് വിഷമിക്കണ്ട, എന്തായാലും ഇന്ന് വൈകിട്ട് അമ്മ പൈസയും മേടിച്ചു വരാം. ശരി അമ്മ, ഞാൻ എപ്പോഴാ കയറി വരുന്നത്? സർക്കാർ ഓഫീസിലോട്ട് വരുന്നതാണോ നിന്റെ വരവ്? കുറച്ച് വൈകി. ഇവിടെ മാസാവസാനം ശമ്പളം തരുന്നത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ല. സമയത്ത് വന്നോണം നാളത്തോട്ട്. ഓക്കോ. ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാ സാറിനോട് പൈസ ചോദിക്കുന്നത്? കഷ്ടകാലത്തിന് വന്ന് പിടിയുകയും ചെയ്ത്. മോൾക്ക് പിന്നെ ഫീസ് അടയ്ക്കണ്ടേ? എന്തായാലും ചോദിച്ചു നോക്കാം. അത് പിന്നെ എൻ്റെ മോക്ക് പരീക്ഷയായിരുന്നേ. പരീക്ഷാ ഫീസിന് ഒരു 5000 രൂപയും കൂടി അടയ്ക്കാനുണ്ടായിരുന്നു. അത് കുറച്ച് നേരത്തെ തന്നായിരുന്നെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഫസ്റ്റ് കെട്ടലമ്മ വരുന്ന തന്നെ ഉച്ചയ്ക്കാണ്. നീ എങ്ങനെയാ ജോലി ചെയ്ത് തീർക്കുന്നത്? അവളെ പറച്ചിൽ കേട്ടാത്തൊന്നും അവളെ വീട്ടിൽ നിന്ന് പൈസ ഇവിടെ കൊണ്ടുവച്ചേക്കാന്ന്. എൻ്റെ പൈസ ഒന്നുമില്ല കേട്ടോ. സമയത്തിന് വരുത്തൂല്ല, കാശും ചോദിച്ചാ സാറിന് കുറ്റം പറയാൻ പറ്റുമോ? നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? സ്കൂള് കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിച്ചു വിടാനുള്ള അല്ലയോ? പിന്നെ എന്തിനാ ഇങ്ങനെ പൈസ ചെലവാക്കുന്നേ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പെണ്ണിനെ പഠിപ്പിക്കാൻ ആന വാ പൊളിക്കുന്നുണ്ട്, ആട് വാ പൊളിക്കാൻ. അതെ അതെ അതെ. രമേ, രമേ, എന്താ മുതലാളി? നീ എന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്താ? അയ്യോ, ഞാനെടുത്തൊന്നുമില്ല. നീ മാത്രമേ ഈ ഓഫീസിന്റെ അകത്ത് കയറിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഓർഡർ ആക്കാൻ വെച്ചിരുന്ന. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല മുതലാളി. എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇത്ര കാലമായി. ഞാൻ 5 പൈസ ആരുടെ എടുത്തിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. ഇവിടെ വേറെ ആരും കയറിയിട്ടില്ല. ഞാൻ ലോഡർ ഒക്കെ വെച്ചിരുന്ന പൈസയാണ്. നീ എന്റെ കയ്യിൽ എടുത്ത പൈസയെ നീ ഇത്ര നാൾ ഇവിടെ ജോലി ചെയ്തതിന്റെ എന്റെ ഫിഷ് ആയിട്ട് നീ കൂട്ടിക്കോ കേട്ടോ. നീ അതും കൊണ്ട് പോയി രക്ഷപ്പെട്ടോ. ഇനി ജോലി എന്ന് പറഞ്ഞ് എന്റെ കമ്പനിയിലോ എന്റെ വീട്ടിന്റെ പരിസരത്തോ എന്റെ ഭാര്യയുടെ മുമ്പിലോ നീ വരാൻ പാടില്ല. പറഞ്ഞോട്ടല്ലോ, ഇറങ്ങിക്കോണം ഇന്ന്. അമ്മേ, അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നേ? ഇല്ല മോളെ, ഒന്നുമില്ല. ഫീസ് അടയ്ക്കുന്ന കാര്യം ഓർത്തിട്ടാണോ? എൻ്റെ കൂട്ടുകാരി അടച്ചായിരുന്നു. എനിക്ക് അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റും. ആണോ? അമ്മ ഈ മൂക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാവേ. നമ്മുടെ കമ്പനിയിൽ ഒരു കാര്യം നടന്നു കേട്ടോ. ആ രമയില്ലേ, കെട്ടും ചത്തുവരുത്തി ഉണ്ടല്ലേ, അവൾ ഇന്ന് എന്റെ ഓഫീസിൽ കയറി 5000 രൂപ എന്റെ പേഴ്സിൽ എടുത്തോണ്ട് പോയി. അയ്യോ, അവൾ അത്രക്കാരിയായിരുന്നോ? അവൾ അത്രക്കാരിയല്ലാതെ പിന്നെ ആരവിടെ കയറാനാ? അവൾ മാത്രമേ ഇന്ന് എൻ്റെ ഓഫീസിൽ കയറിയുള്ളൂ. അവൾ ഇന്ന് രാവിലെ ഒരു 5000 രൂപ എൻ്റെ അടുത്ത് കടം ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ കൊടുത്തില്ലേ? എന്തിനാ കൊടുക്കുന്നത്? അവൾ സമയത്തിന് ജോലിക്കും വരത്തില്ല, വരുന്ന 9:10 മണിക്കാണ്. പിന്നെ എന്തിനാ ഞാൻ പൈസ കൊടുക്കുന്നത്? അവൾ അത്രക്കാരി തന്നെയാണ്. നിന്റെ ഒറ്റ ഒരു കാരണം കൊണ്ടാണ്, നീ പറഞ്ഞിട്ടാണ് അവളെ വീണ്ടും ഞാൻ ജോലിക്ക് എടുത്തത്. മോള് പറഞ്ഞതല്ലേ ഉള്ളടി, എടുത്ത കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോ? അയ്യോ, അപ്പൊ രമയല്ലേ എടുത്തത്? നിങ്ങൾ ഈ പാവം എവിടെ കൊണ്ട് തീർക്കും? അവരുടെ കണ്ണീരിന്റെ ശാപം നമുക്കുണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് എന്തായാലും അങ്ങോട്ട് തന്നെ പോ, വെച്ച് താമസിക്കണ്ട. ഈ രാത്രി തന്നെ പോ. ഈ രാത്രി തന്നെ പോ. അവരുടെ വിഷമം എന്താവും എനിക്ക് മനസ്സിലാവും.
എന്നാലും നീ ഒന്ന് പറയണ്ടേ മോളെ, പേഴ്സിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയണ്ടേ? ഇനിയിപ്പോ അവളെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളുടെ കയ്യിലും ഉണ്ട് തെറ്റ്.